എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 21 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പ്രചരണ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള അരമണിക്കൂറോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി മുതൽ നമ്മുടെ പെൻഷൻ അറിയിപ്പുകളിൽ ഈ വീഡിയോ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു ധനസഹായ പദ്ധതി തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ. 1600 ഉള്ളത് 2000 ആക്കി വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ മധുരം വളരെ വലുത് തന്നെയാണ്. ഈ ഒരു അവസരത്തിൽ സർക്കാരിനോടൊപ്പം ഈ വീഡിയോയിൽ നമുക്കും പങ്കുചേരാം. കാരണം പരസഹായമില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു ക്ഷേമ പെൻഷൻ കൊണ്ടും സർക്കാരിന്റെ ഈ ഒരു സഹായം കൊണ്ടും ജീവിക്കുന്ന നിരവധി പേരുണ്ട്. എല്ലാ മാസവും പറ്റുകടയിൽ നിന്നും കടം വാങ്ങി ജീവിതം തള്ളി നീക്കുന്ന ആളുകൾ, ഈ ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ മാത്രം ആ പണം കൊടുത്തു തീർക്കുന്ന ആളുകൾ, ഇതുകൊണ്ട് ജീവിക്കുന്നവർ നിരവധിയാണ്. ഒരു വർഷം മുമ്പ് 5 മാസം തുടർച്ചയായി പെൻഷൻ മുടങ്ങിയപ്പോൾ അതിന്റെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഭിക്ഷയെടുത്തുള്ള സമരം വരെ നമ്മൾ കാണേണ്ടി വന്നു. അത് പിന്നീട് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്ത് സർക്കാർ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ബഹുദൂരം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. എങ്കിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള 2500 എന്ന പെൻഷനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഈ മാസം 29-ന് ബജറ്റ് നടക്കുമ്പോൾ അതിൽ 500 രൂപ കൂടി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന 2000 അത് വലിയ സഹായം തന്നെയാണ്. ഈ 2026 ആദ്യ മാസത്തെ, അതായത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയാണ് ഇനി ഓരോ ഗുണഭോക്താവും കാത്തിരിക്കുന്നത്. സാധാരണഗതിയിൽ 20-ാം തീയതി അതില്ലെങ്കിൽ അതിനോടനുബന്ധിച്ച ദിവസങ്ങളിലാണ് ധനമന്ത്രിയുടെ അറിയിപ്പ് വരാറുള്ളത്. എന്നാൽ ഇന്ന് 20-ാം തീയതി അവസാനിക്കുമ്പോഴും അത്തരം ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. എങ്കിലും വലിയ താമസമില്ലാതെ അതിന്റെ വിതരണം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധികൾ വരുന്നതിനാൽ അതിനു മുമ്പ് പെൻഷൻ വിതരണം തുടങ്ങിയാൽ മാത്രമേ നേരത്തെ പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ 28-ാം തീയതി കഴിയേണ്ടി വരും. കാരണം 24-ാം തീയതി 4-ാം ശനിയാഴ്ചയും 25-ാം തീയതി ഞായറാഴ്ചയും 26-ാം തീയതി റിപ്പബ്ലിക് ദിന അവധിയുമാണ്. 27-ാം തീയതി ബാങ്ക് പണിമുടക്കും ആയതിനാൽ തന്നെ പെൻഷൻ വിതരണം തുടങ്ങിയാൽ പോലും അക്കൗണ്ടുകളിലേക്ക് താമസിച്ച് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും 28-ന് ശേഷം പെൻഷൻ വിതരണം സജീവമായിട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 24-ന് മുമ്പ് വിതരണം ചെയ്താൽ മാത്രമേ അതിനു മുമ്പ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുകയുള്ളൂ. എന്തായാലും ഈ മാസം 31-ന് മുമ്പ് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്ന തരത്തിലുള്ള ഒരു അറിയിപ്പ് ഉടനെ എത്തുന്നതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ അത് ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കുള്ള വലിയ സഹായം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതിൽ നമുക്ക് പിന്തുണ നൽകാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസവും 1 മാസത്തേത് മാത്രമാണുള്ളത്. അടുത്ത ആഴ്ച മുതൽ വിതരണം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ വർധനവിനാണ് ഇന്ന് കളമൊരുങ്ങിയത്. 3 തവണയാണ് സ്വർണത്തിന് വില കൂടിയത്. ഇന്ന് രാവിലെ ഒരു പവൻ സ്വർണത്തിന് 760 രൂപ വർദ്ധിച്ചിരുന്നു. അതിന് പിന്നാലെ ഉച്ചക്ക് 800 രൂപയും വർദ്ധിച്ചു. പിന്നീട് 1800 രൂപയാണ് വൈകുന്നേരം കൂടിയത്. 2026 കടന്നത് മുതൽ സ്വർണത്തിന്റെ കുതിപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസം വരെ 12,000-ഓളം രൂപയാണ് വർദ്ധിച്ചത്. ഇന്ന് 1,10,000 എന്ന റെക്കോർഡ് തുക പിന്നിട്ടു. അവസാനമായി ഗ്രാമിന് 200 രൂപ കൂടി 13,800 രൂപയും പവന് 1,600 രൂപ കൂടി 1,10,400 രൂപയിലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. SIRന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നു. SIRന്റെ ഭാഗമായി അത്തോളി വില്ലേജിലെ 197-ാം ബൂത്തിൽ മാത്രം 775 പേരെയാണ് ഹിയറിംഗിന് നോട്ടീസ് അയച്ച് വിളിപ്പിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത്. ബാലുശ്ശേരി,
EROയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നേരത്തെ കൃത്രിമമായി ഫോം പൂരിപ്പിച്ച് നൽകിയ ആളുകളെ ഹിയറിംഗ് നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. കരട് പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് രേഖകൾ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 30 വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ കേന്ദ്ര പൂളിലെ നെല്ല് സംഭരണം സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നതോടെ മൊത്തം അരിയുടെ കരുതൽ ശേഖരം 679.32 ലക്ഷം ടൺ ആയി വർദ്ധിച്ചതായി റിപ്പോർട്ട്. പൊതുവിതരണ സമ്പ്രദായത്തിൽ ഉപഭോക്താക്കൾക്ക് ഒരു വർഷം വിതരണം ചെയ്യാൻ 410 ലക്ഷം ടൺ അരിയാണ് ആവശ്യമുള്ളത്. ഡിമാൻഡ് കുറഞ്ഞതിനാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അതായത് FCI ഗോഡൌണുകളിലും മറ്റും കെട്ടിക്കിടക്കുന്ന അധിക അരി വിറ്റൊഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ വഴി കണ്ടെത്തേണ്ടി വരുമെന്നാണ് സൂചന. ജനുവരി വരെ FCI സംഭരണിയിൽ 309.38 ലക്ഷം ടൺ അരിയുണ്ട്. മുൻ വർഷത്തേക്കാൾ 6% അധികമാണിത്. ഇതുപോലെ 552.15 ലക്ഷം ടൺ നെല്ലിന്റെയും കരുതൽ ശേഖരമുണ്ട്. അതായത് 2024 16% കൂടുതലാണ് ഇപ്പോൾ. ഇത്രയും നെല്ല് സംഭരിച്ചാൽ 370 ടൺ അരി ലഭിക്കും എന്നാണ് കണക്ക്. ഇത് കൂടി കണക്കിലെടുത്താണ് മൊത്തം അരിയുടെ കരുതൽ ശേഖരം 679.32 ലക്ഷം ടൺ അരിയായി കണക്കാക്കുന്നത്. നിലവിലെ അരിയുടെ സ്റ്റോക്ക് നെല്ല് ഉൾപ്പെടെ ബഫർ മാനദണ്ഡമായ 76.1 ലക്ഷം ടണ്ണിന്റെ 9 മടങ്ങ് അധികമാണ്. 52 ലക്ഷം ടൺ അരി എഥനോൾ ഉൽപാദനത്തിന് നൽകിയിട്ടും വലിയ അളവിൽ അരി കെട്ടിക്കിടക്കുകയാണ്. 1 ടൺ അരി സംഭരണത്തിന് 41,733.40 രൂപയോളം ചെലവ് വരും. എന്നിട്ടും നഷ്ടം സഹിച്ച് എഥനോൾ ഉൽപാദനത്തിന് സർക്കാർ നൽകുന്നത് 23,200 രൂപ മാത്രം വിലക്കാണ്. സെൻട്രൽ പൂളിൽ നിന്നും പരമാവധി അരി വിൽക്കാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് FCIയിലെ മുൻ ഉദ്യോഗസ്ഥർ പറയുന്നത്. FCIയിലെ അധിക സ്റ്റോക്ക് ഒഴിവാക്കാൻ കുറഞ്ഞത് 40% എഥനോൾ അരിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാൻ പ്ലാന്റുകളിലേക്ക് സർക്കാർ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. റേഷൻ കടകളിലൂടെ ഇപ്പോൾ ഒരാൾക്ക് ഒരു മാസം 5 കിലോ ഭക്ഷ്യധാന്യം മാത്രമേ നൽകാൻ കഴിയുന്നുള്ളൂ. ഈ പരിധി ഉയർത്തിയാലും കടകളിൽ നേരിട്ട് വിറ്റഴിച്ചാലും അധിക അരി ഒഴിവാക്കാനാകില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ റേഷൻ കടകളിലൂടെ അല്ലെങ്കിൽ പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലക്ക് അരി ലഭ്യമാക്കുന്നതിനുള്ള നടപടിയാണ് പ്രത്യേക പരിഗണനയിൽ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നെല്ല് സംഭരണത്തിന് സഹകരണ കർഷക കേന്ദ്രീകൃത ബദൽ സംവിധാനമായി സർക്കാർ പ്രാഥമിക കർഷക സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുള്ള ദ്വിതല സംഭരണ മാതൃക ആരംഭിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഇതിനായി ചീഫ് സെക്രട്ടറിമാരെയും വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. വരും സീസണിൽ തന്നെ ഈ സംവിധാനം നടപ്പിലാക്കാനാണ് തീരുമാനം. ഇത് യാഥാർത്ഥ്യമാകുകയാണ് എങ്കിൽ പൊതുവിഭാഗങ്ങളായിട്ടുള്ള നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധിക അരി സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്നും പൊതു വിപണിയിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ഈ മാസത്തെ റേഷൻ വിതരണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. നീല, വെള്ള റേഷൻ കാർഡിനുള്ള ആട്ട സംസ്ഥാനത്തെ റേഷൻ കടകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. ഈ മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഉടൻ പോയി കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ച് മണ്ണെണ്ണയും ലഭിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയാണ് മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്റർ വീതവും ലഭിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ